Hello everyone, welcome back to Xylem, welcome back to the world of English. എൻ്റെ പേര് നാസർ ഫാറുദ്ദീൻ ആണ്. നിങ്ങൾക്ക് എന്നെ നാച്ചു സാർ എന്ന് വിളിക്കാം. മാർച്ച് 12 ഇത്തവണത്തെ 8ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ആനുവൽ എക്സാം. ഉറപ്പായിട്ടും നമ്മൾ 40 മാർക്കിൻ്റെ പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സെക്ഷനാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനൊരു ചോദ്യമാണ് എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ചോദ്യമാണ് വരുന്നതെന്ന് വിചാരിക്കും. എപ്പോഴും നമ്മളൊരു കോൺവെർസേഷൻ കംപ്ലീഷൻ്റെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളിതിൽ ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷനാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലേ? യങ് മാനും ഓൾഡ് മാനും ആണ്. ഇവർ ഏത് ചാപ്റ്ററിലാണ് എന്ന് മനസ്സിലാവണം. ഏത് ചാപ്റ്ററാണ്? അക്കീറ കുറുസോവയുടെ വില്ലേജ് ഓഫ് ദ വാട്ടർമെൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ പറയുന്ന കോൺവെർസേഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്ത് ചെയ്യുക, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. യങ് മാനും ഓൾഡ് മാനും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കൂ. യങ് മാനാണ് തുടങ്ങുന്നത്. ദ ബാങ്ക്സ് ആർ സോ ബ്യൂട്ടിഫുൾ, അല്ലെ? ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരം എന്നാണ്. ആ ജലാശയത്തിൻ്റെ തീരം ഉണ്ടല്ലോ, അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, മനോഹരമാണ് എന്ന് യങ് മാൻ പറയാണ്. ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ ഉണ്ട്. എന്താണ്? നിറയെ പൂക്കളാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദ ബാങ്ക്സ് ആർ സോ ബ്യൂട്ടിഫുൾ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇവിടെ ഒരു സ്പേസും ഒരു ക്വസ്റ്റ്യൻ മാർക്കും തന്നാൽ അത് ക്വസ്റ്റ്യൻ ടാഗാണ്. 8ാം ക്ലാസ്സിലെ കോൺവെർസേഷൻ കംപ്ലീഷനിൽ ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗ്രാമർ ടോപ്പിക്കാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നോക്കൂ, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ റൂള് വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ടാഗിലെ സ്റ്റെപ്പ് നമ്പർ 1 എന്താ? സ്റ്റെപ്പ് നമ്പർ 1 തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വേർബ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വേർബ് എടുത്ത് എഴുതലാണ്. ഇംഗ്ലീഷിൽ എത്ര ഓക്സിലറി വേർബ്സ് ഉണ്ട്? ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഞാനൊന്ന് പറയാം. ഓക്കെ, ആം, ഈസ്, ആർ, വാസ്, were, do, does, did, have, has, had, will, would, shall, should, can, could, may, might, must, use to, need, dare, അല്ലെങ്കിൽ dare to, ought to. സോ 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഓക്സിലറി വേർബ്സ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഓക്സിലറി വേർബിന് എടുത്ത് എഴുതുക, പുറത്തേക്ക് എടുത്ത് എഴുതുക. ഇവിടെ നോക്കൂ, ഇവിടെ ഏത് ഓക്സിലറി വേർബ് തന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ദ ബാങ്ക്സ് ആർ വെരി ബ്യൂട്ടിഫുൾ. ബാങ്ക്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓക്സിലറി വേർബ് ഏതാണ്? AV എന്ന് പറഞ്ഞാൽ ഓക്സിലറി വേർബിൻ്റെ ഷോർട്ടാണ്. ഞാൻ പറയുന്നത് ആറാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് നമ്പർ 1 ആർ എഴുതുന്നു. ഓക്കെ ആണല്ലോ? ഇനി ഈ ഓക്സിലറി വേർബിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ കാര്യം എന്നറിയോ? അതായത് ഇഫ് ദ ഓക്സിലറി വേർബ്, if the AV is not directly given. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ചിലപ്പോൾ ഓക്സിലറി വേർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മെയിൻ വേർബ് നോക്കും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മെയിൻ വേർബിൽ നിന്ന്, അല്ലെങ്കിൽ മെയിൻ വേർബിനെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ദ മെയിൻ വേർബ്. നിങ്ങൾ മെയിൻ വേർബിനെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങളുടെ മെയിൻ വേർബ് നിങ്ങൾ നോക്കുന്ന സമയത്ത് മെയിൻ വേർബ് V1 ആണെന്ന് വിചാരിച്ചോളൂ. V1. ഓക്കെ, V1 ആണെങ്കിൽ അതിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ടാവും? ഡു ഉണ്ടാവും. V1 ആണെങ്കിൽ, അതായത് ഓക്സിലറി വേർബ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിലുള്ള കേസാണ് പറയുന്നത്. മെയിൻ വേർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ V1 ആണ് തന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡു കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്, കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല. അവരോടാണ് ഞാൻ പറയുന്നത്. എക്സാമ്പിൾ, അല്ലേ? എക്സാമ്പിൾ, നമുക്ക് ഗോ എന്ന് പറഞ്ഞൊരു മെയിൻ വേർബ് തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മെയിൻ വേർബിനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡു പ്ലസ് ഗോ എന്ന് എഴുതാം. ഡു പ്ലസ് ഗോ. അപ്പോൾ എനിക്ക് എന്തുണ്ട് അവിടെ? നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യണമെങ്കിൽ ഓക്സിലറി വേർബ് വേണം. അപ്പോൾ ഞാൻ ഡു എന്ന് പറഞ്ഞ ഓക്സിലറി വേർബ് ഇവിടെ കിട്ടും. ഇനി നമുക്ക് V2 ആണ് തന്നതെന്ന് വിചാരിക്കുക. V2 ആണെങ്കിൽ അതിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ടാവും? ഡിഡ് ഉണ്ടാവും. എക്സാമ്പിൾ, നിങ്ങൾക്ക് വെൻറ്റ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബ്, മെയിൻ വേർബാണ് തന്നതെങ്കിൽ നമുക്കതിന് എങ്ങനെയാണ്? ഡിഡ് പ്ലസ് വെൻറ്റ് എന്ന് ഡിഡ് എടുത്തു കഴിഞ്ഞാൽ എന്തേ ഉണ്ടാവുള്ളൂ? ഗോയെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് V3 തരൂല്ല. കാരണം എന്താ? V3യുടെ കൂടെ എപ്പോഴും മുമ്പിൽ ഹാവോ, ഹാസോ, ഹാഡോ ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഓക്സിലറി വേർബ് എഴുതിയാൽ മതി. പിന്നെ ഉള്ളത് V1 സിംഗുലർ ആണ്. ആരാണ്? V1 സിംഗുലർ ആണ്. കാണിച്ചു തരാം, മനസ്സിലാവും. V1 സിംഗുലർ ആണെങ്കിൽ അതിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ടാവും? ഡസ്. ഈ 3 ഓക്സിലറി വേർബ്സിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരാളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനും ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ, എക്സാമ്പിൾ
ഗോയുടെ V1 സിംഗുലർ ഗോസ് ആണ്. സോ ഗോസിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡസ് പ്ലസ് ഗോ എന്ന് എഴുതാം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ടാഗ് റൂള് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നേരിട്ട് ഓക്സിലറി വേർബ് തന്നിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനും ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, കാരണം നമ്മൾ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കണം. എക്സാമ്പിൾ, ഇപ്പോൾ അരുൺ എന്നൊരു ആൾ പറയാണ് ഷീ ബോട്ട് ദ കാർ. അല്ലെങ്കിൽ ഷീ ബോട്ട് എ കാർ. നമ്മൾ ദ കാർ സ്പെസിഫിക് പറയണ്ട, ഷീ ബോട്ട് എ കാർ. അവിടെ ഒരു കാർ വാങ്ങി അല്ലേ? ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വേർബ് തന്നിട്ടില്ല. അപ്പം നിങ്ങൾ മെയിൻ വേർബ് ആയിട്ടുള്ള ഡിഡ്, മെയിൻ വേർബ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ തൊട്ടടുത്തുള്ള വേർബാണ് മെയിൻ വേർബ്. സോ ബോട്ടിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിഡ് പ്ലസ് ബൈ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം നമുക്കിവിടെ ഓക്സിലറി വേർബ് കിട്ടി, ഡിഡ്. ഇനി ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. അടുത്ത സ്റ്റെപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കൂ. ഡിഡിൻ്റെ ഷീ ആണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എഴുതി 6 ഇത് ബേസ് മുതലായിട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഗ്രാമർ ടോപ്പിക്കിലും അടിപൊളിയായിട്ട് പഠിക്കണം. സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ എഴുതി. സ്റ്റെപ്പ് നമ്പർ 2 എന്താണെന്നറിയോ? ഓക്കെ, ഇഫ് ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ്, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ QT എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അല്ലേ, ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആവും എന്നെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? ഇപ്പം ഞാൻ പറയണം ഐ കിൽഡ് മൈ ക്യാറ്റ്. ഞാൻ എൻ്റെ പൂച്ചയെ കൊന്നു. തമാശ പറഞ്ഞതാണ്. പക്ഷെ ഈ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് എന്താണ്? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് എഴുതുവാണ്. ഐ ഡിഡ് നോട്ട് കിൽ മൈ ക്യാറ്റ്. ഞാൻ എൻ്റെ പൂച്ചയെ കൊന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്ത് സെൻറ്റൻസ് ആണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നല്ല, സ്ട്രക്ചറലി സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാർ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷിൽ കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് വന്നാലേ ആ സെൻറ്റൻസ് എന്താവുള്ളൂ? നെഗറ്റീവ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കൂ, നോ, നോട്ട്, nothing, never, nobody, nil, neither, none. ഇതുപോലുള്ള എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഇല്ലേ? നോ എന്നർത്ഥമുള്ള വേർഡ്. അതുപോലെ 2 വേർഡ്സ്, ലിറ്റിൽ, ഫ്യൂ. ഇതും നെഗറ്റീവ് വേർഡ്സ് ആണ്. ലിറ്റിലും നെഗറ്റീവ് ആണ്, ഫ്യൂ നെഗറ്റീവ് ആണ് അല്ലേ? ഐ ഹാവ് ലിറ്റിൽ നോളജ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്തമാറ്റിക്സിൽ ഒരു അറിവില്ല എന്നാണ്. ഐ ഹാവ് എ ലിറ്റിൽ നോളജ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് അറിവുണ്ടെന്നാണ്. ഓക്കെ, ദെൻ അതുപോലെ ഇവരെയും കൂടെ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ആരൊക്കെയാണ്? ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം. ഓക്കെ, ഇത് നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇത് വന്നാൽ മാത്രമേ സെൻറ്റൻസ് നെഗറ്റീവ് ആവുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ നോക്കി, ദ ബാങ്ക്സ് ആർ സോ ബ്യൂട്ടിഫുൾ. അവിടെ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ഓക്സിലറി വെർബിൻ്റെ കൂടെ. പക്ഷേ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ ഇത് നെഗറ്റീവ് ആക്കാനുള്ള വഴി എന്താ? ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുന്നു. ആറിഞ്ച്. ഓക്കെ, സോ സ്റ്റെപ്പ് നമ്പർ 2 കിട്ടി. ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്താ? ഒരു മിനിറ്റ്. സ്റ്റെപ്പ് നമ്പർ 3 എന്താ? സ്റ്റെപ്പ് നമ്പർ 3 വളരെ സിമ്പിൾ ആണല്ലോ. സ്റ്റെപ്പ് നമ്പർ 3 സബ്ജക്റ്റ് എഴുതുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 3 എന്താണ്? റൈറ്റ് ദ സബ്ജക്റ്റ് ഇല്ലേ? സബ്ജക്റ്റ് എഴുതുന്ന സമയത്ത് ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാ വരിക? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹീ വരും, ഷീ വരും, ഇറ്റ്, ദേ, വി, യു. ഈ പ്രോനൗൺസ് ആണ് വരിക. അപ്പോൾ ഒരു നൗണ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അഞ്ജന ഈസ് എ ഗുഡ് ഡാൻസർ എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഈസിൻ്റെ അഞ്ജന എന്നായിരിക്കില്ല, ഈസിൻ്റെ ഷീ എന്നായിരിക്കും. നാസർ ഫാറുദ്ദീൻ ഈസ് എ ഗ്രേറ്റ് ടീച്ചർ എന്നത് അത് സത്യകള്ളത്തിലൊന്നുമല്ല. നാസർ ഫാറുദ്ദീൻ ഈസ് എ ഗ്രേറ്റ് ടീച്ചർ ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താവും? ഈസിൻ്റെ നാസർ ഫാറുദ്ദീൻ ആയിരിക്കില്ല, ഈസിൻ്റെ ഹി ആയിരിക്കും. ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ്, റൈറ്റ് ദ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ഇവിടുത്തെ സബ്ജക്റ്റ് ദ ബാങ്ക്സ് ആർ സോ ബ്യൂട്ടിഫുൾ. തീരങ്ങൾ വളരെ മനോഹരമാണ്. തീരമല്ല, തീരങ്ങൾ വളരെ മനോഹരമാണ്.
അപ്പോൾ എന്താ ചോദിക്കേണ്ടത്? ആർ ഇൻറ്റു ദേ. കാരണം നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ തീരങ്ങൾ ആർ ഇൻറ്റു ദേ എന്ന് എഴുതി അതിൻ്റെ ആൻസർ കിട്ടും. എത്ര പേർക്ക് ഇതിൻ്റെ ആൻസർ ശരിയായിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യം പഠിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ പരീക്ഷയുടെ തലേ ദിവസമല്ല, പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പഠിക്കാനുള്ള, ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവും എന്ന് നാച്ചു സാർ വിശ്വസിക്കുന്നു. വെറുതെ ഇതിൻ്റെ ആൻസർ പറഞ്ഞു പോകാൻ എനിക്ക് അറിഞ്ഞൂടായിട്ടല്ല കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓൾഡ് മാൻ പറയാണ്, യെസ് ദേ ബ്ലൂം ഓൾ ഇയർ അറൗണ്ട്. ശരിയാണ്, ഇവിടുത്തെ തീരങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ദേ ബ്ലൂം അല്ലെ, ഇവിടെയുണ്ട് ദേ, അപ്പോൾ ദേ തന്നെ അല്ലേ. ദേ ബ്ലൂം ഓൾ ഇയർ അറൗണ്ട്. അവർ വർഷം മുഴുവൻ എന്ത് ചെയ്യും, വിടരും പൂക്കളെ. അപ്പോൾ യങ് മാൻ, ഐ സോ ചിൽഡ്രൻ പിക്കിംഗ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലേസിംഗ് ദം ഓൺ എ റോക്ക്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുട്ടികൾ പൂക്കൾ എടുത്തിട്ട് അതിന് പാലത്തിന് തൊട്ടപ്പുറത്തുള്ള ബ്രിഡ്ജിനപ്പുറത്തുള്ള ഒരു റോക്കിൽ, ഒരു പാറക്കഷ്ണത്തിന് മുകളിൽ പ്ലേസ് ചെയ്യുന്നത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ ഇവിടെ കോമ ആയിരിക്കണ്ടായോ, ഫുൾ സ്റ്റോപ്പാണ്. എന്നിട്ട് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ അവർ വില്ലേജ് എന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ വില്ലേജിലെ ഒരു ആചാരമാണ്, ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ആചാരമാണ്. അപ്പോൾ നോക്കൂ, ഇനി നമ്മൾ ഒരു ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയാം. ഓക്കെ, ഒരു ചോദ്യം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിലുള്ള ചോദ്യങ്ങളാണുള്ളത്. നമ്മളതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഇപ്പോൾ പഠിക്കുന്നത്. അത് എന്ത് ചോദ്യമാണ്? WH ക്വസ്റ്റ്യൻസ് ആണ്. മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ തൽക്കാലം ഇവിടെ ഫോക്കസ് ചെയ്യാണ്, WH ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യണം. കാരണം എന്താ, ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കൊരു ചോദ്യമാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ചോദ്യമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആകാശത്തിന് ചോദ്യം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. നമുക്ക് വായുവിന് ചോദ്യം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഉത്തരം, ആൻസർ തന്നിട്ടുണ്ടാവും. എന്താണ് ആൻസർ? ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ അവർ വില്ലേജ്. അത് ഞങ്ങളുടെ വില്ലേജ് ഒരു കസ്റ്റമാണ്. ഇല്ലേ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇറ്റ് ഇസ് എന്നല്ലേ, അതായത് ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ്. അത് വായിക്കാൻ നമുക്ക് അറിയാമെന്നും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും അറിഞ്ഞുകൂടാത്തൊരു 1-2 കുട്ടികളുണ്ടാവും. സോ ഇറ്റ് ഈസ് എ കസ്റ്റം. കസ്റ്റം ഇൻ അവർ വില്ലേജ്. ഇത് ഞങ്ങളുടെ വില്ലേജിലൊരു ആചാരമാണ്. അപ്പോൾ യങ് മാൻ പറയുന്നുണ്ട്, ഞാൻ കുട്ടികൾ പൂക്കളെടുത്ത് ആ പാറയുടെ മുകളിൽ പ്ലേസ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, അപ്പോൾ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ പറയും ഇതാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഞാൻ കുറച്ച് കുട്ടികൾ പൂക്കൾ കളക്ട് ചെയ്തിട്ട് എവിടെ വെക്കുന്നത് കണ്ടു? പാറപ്പുറത്ത് വെക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും യങ് മാൻ ചോദിച്ച ചോദ്യം എന്തായിരിക്കും? അത് എന്താണ്? കാരണം അത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഒരാൾ എന്തുത്തരം പറയുക? ഇത് ഒരു ഇതാണ്, അല്ലെങ്കിൽ ഇത് ഒരു കസ്റ്റമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിക്കണം. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്, നമ്മളൊരു WH ക്വസ്റ്റ്യൻ ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. ഒരു WH ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഏത് WH ക്വസ്റ്റ്യൻ ആയാലും അതിൽ നിർബന്ധമായിട്ട് എന്ത് വേണം? ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണം അല്ലേ. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? വാട്ട് വരാം, വേർ വരാം, വിച്ച് വരാം, വെൻ വരാം, ഹൗ വരാം, ഹൗ ലോങ് വരാം, ഹൗ മച്ച് വരാം, ഹൗ ഫാർ വരാം, ഹൗ ഓഫൺ വരാം. സോ ഇതൊക്കെ WHലോ Hലോ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ദെൻ ഒരു WH ക്വസ്റ്റ്യൻ്റെ അടുത്ത ആളെന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് വേണം? ഓക്സിലറി വേർബ് വേണം. അല്ല, നിങ്ങളൊരു ചോദ്യം മനസ്സിലാലോചിച്ച് നോക്കൂ. വേർ ആർ യു ഗോയിങ് ടുഡേ? നീ ഇന്ന് എവിടേക്കാണ് പോകുന്നത്? അതിൽ വേർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡാണ്, ആർ എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. വേർ ആർ യു ഗോയിങ് ടുഡേ? അപ്പോൾ യു എന്താ? യു സബ്ജക്റ്റ് ആണ്. വേർ ആർ യു ഗോയിങ് ഓക്സിലറി വേർബ് അല്ല. ഗോയിങ്, ജമ്പിങ്, റീഡ്, റൈറ്റ്, സ്ലീപ്പ്, നമുക്കറിയാവുന്ന നമ്മൾ V1 V2 V3 പഠിച്ചു വെച്ച മുഴുവൻ വേർബും എന്താണ്? മെയിൻ വേർബാണ്. അപ്പോൾ അടുത്ത പരിപാടി എന്താണ്? മെയിൻ വേർബാണ്. സോ വേർ ആർ യു ഗോയിങ്? ടുമോറോ. അപ്പോൾ എന്താ ടുമോറോ എന്ന് പറയുന്നത് അതേഴ്സ് ആണ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അതേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു WH ക്വസ്റ്റ്യൻ്റെ വളരെ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതെന്താണ്? അത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ് പ്ലസ് അതേഴ്സ്. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ക്വാസ്മോ എന്ന് ഓർമ്മിച്ച് വെക്കുന്നത്.
ക്വാസ്മോ എന്ന് ഓർമ്മിച്ച് വെക്കുന്നത്. എന്നാൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ഇംഗ്ലീഷിലെ എല്ലാ ചോദ്യവും എല്ലാ WH ക്വസ്റ്റ്യനും ഇതേ ഫോർമാറ്റാണ്, ഇതേ പാറ്റേൺ ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം എന്താ, ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാൻ 3 ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. ഓക്കെ, 1 വേർ ആർ യു ഗോയിങ് ടുഡേ. ഇതൊരു WH ക്വസ്റ്റ്യൻ ആണല്ലോ, ആണ്. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതാണ്. വേർ ആർ യു ഗോയിങ് ടുമോറോ, ടുഡേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. വേർ ആർ യു ഗോയിങ്. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതുവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ആർ യു. ഹൂ ആർ യു, നിങ്ങൾ ആരാണ്? ഹൂ ആർ യു. ഇവിടെ നോക്കൂ, ഈ വേർ ആർ യു ഗോയിങ് ടുഡേ എന്നുള്ളതിൻ്റെ ഫോർമാറ്റ് ശരിയാണ്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, ആറ്, യു സബ്ജക്റ്റ്, ഗോയിങ് മെയിൻ വെർബ്, ടുഡേ അതേഴ്സ്. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വേർ ആർ യു ഗോയിങ്. അവിടെ എന്തേ ഉള്ളൂ, വേർ ക്വസ്റ്റ്യൻ വേർഡ്, ആർ ഓക്സിലറി വെർബ്, യു സബ്ജക്റ്റ്, ഗോയിങ് മെയിൻ വെർബ്. അവിടെ എന്തില്ല, QASMO ഇല്ല, QASMA ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലെ എല്ലാ ചോദ്യത്തിനും ഇങ്ങനെ ഫുൾ ഈ സ്ട്രക്ചർ വേണമെന്നില്ല. മിനിമം എന്ത് വേണം, ഒരു ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറി വെർബും സബ്ജക്റ്റും വേണം. ഇവിടെ നോക്കൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഹൂ ആർ യു, വേർ ആർ യു, ഹൗ ആർ യു. ഇതിനൊക്കെ എന്തേ ഉള്ളൂ, ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറി വെർബും സബ്ജക്റ്റും മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് നാച്ചു സാറ് പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന WH ക്വസ്റ്റ്യൻ ഞാൻ ഈ കഥാപ്രസംഗം മുഴുവൻ പറയുമ്പോഴും ഈ WH ക്വസ്റ്റ്യൻ എന്തുണ്ട്, ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് ഉണ്ട്. എന്താ എക്സെപ്ഷൻ എന്ന് അറിയോ? ഇപ്പം നമ്മൾ വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞൊരു ചോദ്യം എടുക്കുകയാണ്. വാട്ട് ഹാപ്പൻ, ഇതിൽ ക്വാസ്മോ പോയിട്ട് ക്വാസ് പോലും വരൂല. കാരണം എന്താ, വാട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്, ഹാപ്പൻഡ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണ്. അപ്പോൾ നമ്മൾ ക്വാസ്മോ എന്നൊക്കെ പഠിച്ചു വെക്കുമ്പോഴും ചില സ്ഥലത്ത് എന്ത് ചോദ്യം മതിയായിരിക്കും, വാട്ട് ഹാപ്പൻ, എന്ത് പറ്റി, അതായിരുന്നെങ്കിൽ ഓക്കെ. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി വെർബ് സബ്ജക്റ്റ് എന്ന പാറ്റേണിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ, ഓക്കെയാണ്. സോ ഇവിടെ നമുക്ക് ഒരിക്കലും വാട്ട് ഹാപ്പൻ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ അവർ വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ, അതെന്താണ്. അപ്പോൾ എനിക്ക് ആദ്യം എന്താ വേണ്ടത്, ആദ്യം എനിക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. എന്ത് എന്നതുള്ള ക്വസ്റ്റ്യൻ വേർഡ് എന്താ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത്രമേൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ലോജിക്ക് കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നാച്ചു സാർ ഇത്രയും കഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന അതിയായ ആഗ്രഹമുള്ള മനുഷ്യരാണ്, കുട്ടികളാണെന്ന് എനിക്കറിയാം. ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും എനിക്ക്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വേർഡാണ്. എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്? നമുക്കറിയാം വാട്ട്, എന്താണ്, അതെന്താണ്, അല്ലെങ്കിൽ എന്താണത് എന്ന് ചോദിക്കുമ്പോൾ വാട്ടാണ് വേണ്ടത്. അടുത്തത് ഓക്സിലറി വെർബാണ് വേണ്ടത്. അടുത്ത എന്താണ്, നിർബന്ധമായിട്ടും ഓക്സിലറി വെർബും സബ്ജക്റ്റും വരെ വേണം. ഓക്സിലറി വെർബ് അതെന്താണത്. അപ്പം നമുക്ക് ഓക്സിലറി വെർബ് ഇംഗ്ലീഷിൽ 24 എണ്ണത്തിൽ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഉത്തരത്തിൽ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുന്നു, ഉണ്ട്. ഇതാ കിടക്കുന്ന സർ, ഇതേതാ ഓക്സിലറി വെർബ്, ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എന്നാണ്. അപ്പോൾ ഓക്സിലറി വെർബ് ഏതാണ്, ഈസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതി, നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്, പക്ഷെ എപ്പോഴും ശരിയാവണമെങ്കിൽ ഈ ഫോർമാറ്റ് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. വാട്ട് ഈസ്. അടുത്ത് എനിക്ക് എന്ത് വേണം, സബ്ജക്റ്റ് വേണം. എന്താണ് സബ്ജക്റ്റ് അതെന്താണ്. ഓക്കെ, അതെന്താണ് അല്ലെങ്കിൽ ഇതെന്താണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ആൾ അതെന്താണെന്നാണ് ചോദിക്കുക, ചോദിക്കുന്ന ആൾ എന്താ ചോദിക്കുക, അതെന്താണെന്നാണ് ചോദിക്കുക. ആൻസർ പറയുന്ന ആൾ ഇതെന്താണ്, അല്ലെ ഇത് ഇതാണെന്നാണ് പറയാം. സോ വാട്ട് ഈസ് ദാറ്റ്, അതെന്തായിരുന്നു, വാട്ട് ഈസ് ദാറ്റ്. ഇനി ഇറ്റെന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ട് ഈസ് ദാറ്റ്, അതെന്തായിരുന്നു. ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ അവർ വില്ലേജ്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വാട്ട് ഈസ് ദാറ്റ്, എന്താണെന്ന്, എന്തായിരുന്നു അത്, അല്ലേ, അവരിങ്ങനെ ചെയ്യുന്ന കണ്ടല്ലോ. വാട്ട് ഈസ് ദാറ്റ്, അതെന്താണത്. ഇനി നിങ്ങൾക്ക് സംശയം വരുവാണ്, സാർ ഇവിടെ വാട്ട് ഈസ് ദാറ്റ് എന്നാണോ വേണ്ടത്, വാട്ട് ഈസ് ഇറ്റ് എന്നല്ലേ, കാരണം ആൻസർ പറയുന്നത് ഇറ്റ് എന്നല്ലേ. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കണം എന്നോട് അതെന്താണ്, നിങ്ങൾ ചോദിച്ചാൽ എന്നോട് സർ വാട്ട് ഈസ് ദാറ്റ്, സർ വാട്ട് ഈസ് ദാറ്റ്. ഞാൻ എന്താ പറയുക, ദാറ്റ് ഈസ് എ ബോട്ടിൽ ഓഫ് സാനിറ്റൈസർ എന്നാണോ പറയുക? അല്ല, ഞാൻ എന്താ പറയുക, ഇറ്റ് ഈസ് എ ബോട്ടിൽ ഓഫ് സാനിറ്റൈസർ. സോ ചോദിക്കുന്നത് വാട്ട് ഈസ് ദാറ്റ് എന്നാണ്, പക്ഷേ ആൻസർ എന്താണ്, ഇറ്റ് ഈസ് എ ബോട്ടിൽ ഓഫ് സാനിറ്റൈസർ എന്നാണ്. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി. അപ്പോൾ ഓൾഡ് മാൻ പറയാണ്, ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ അവർ വില്ലേജ്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളൊരു ആചാരമാണ്. വി പുട്ട് ഫ്ലവേഴ്സ് ഓൺ ദ സ്റ്റോൺ ഇൻ മെമ്മറി ഓഫ് എ ട്രാവലർ ഹു പാസ്ഡ് അവേ ദർ. ഞങ്ങൾ
പണ്ട് ഇതുവഴി സഞ്ചരിച്ചിരുന്ന യാത്രികൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആ പൂക്കൾ അവിടെ അർപ്പിക്കുന്നത്. യങ് മാൻ, ദാറ്റ് ഈസ് എ ടച്ചിങ് ട്രഡീഷൻ. അത് വളരെ ടച്ചിങ്, നമ്മളൊക്കെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു ആചാരമാണ്. പണ്ടെങ്ങോ മരിച്ച ഒരാളെ നമ്മൾ കാണുക പോലും ചെയ്യാത്ത ഒരാളെ ബഹുമാന സൂചകമായിട്ട് നമ്മൾ പൂക്കൾ സമർപ്പിക്കും എന്ന് പറയുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ട്രഡീഷനാണ്, ആചാരമാണ്. വാട്ട് എൽസ് ഡു വില്ലേജസ് ഡു ടു റെസ്പെക്ട് നേച്ചർ? വേറെ എന്തൊക്കെയാണ് പ്രകൃതിയെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി വില്ലേജേഴ്സ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഓൾഡ് മാൻ പറയാണ്, യു ഹാഡ് ബെറ്റർ. ഇത് 8ാം ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ടോപ്പിക്കാണ്. ഈ ഹാഡ് ബെറ്റർ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നാച്ചു സാർ എന്ത് ചെയ്തുതരാം, പറഞ്ഞുതരാം. നോക്കൂ, ഹാഡ് ബെറ്റർ എന്താണ്? ഹാഡ് ബെറ്റർ എന്തിനാണ് നമ്മൾ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞ ഫ്രേസ് ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞിരിക്കണം. എന്തിനാണ് ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്? എന്തിനാണെന്നറിയോ? ടു ഗിവ് എ സ്ട്രോങ് അഡ്വൈസോ സജഷൻ, അല്ലേ? ഒരു സ്ട്രോങ് അഡ്വൈസോ അല്ലെങ്കിൽ ഒരു സജഷനോ ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയണം, ഇംഗ്ലീഷ് നിങ്ങൾ ഗ്രാമർ ചെയ്ത് പഠിക്കണം. ഓക്കെ. അപ്പം ഞാൻ എന്താ പറയുക ഇംഗ്ലീഷിൽ? ഇവിടെ നോക്കൂ, ഞാൻ പറയാണ്, യു ഹാഡ് ബെറ്റർ പ്രാക്ടീസ് ഗ്രാമർ എവറി ഡേ. ഓക്കെ. ഇനി വേറെ എക്സാമ്പിൾ പഠിച്ചോ. ഐ ഹാഡ് ബെറ്റർ സ്റ്റഡി എവറി ഡേ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ കളിച്ച് നടന്നാൽ ശരിയാവില്ല. സോ ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നതാണ് നല്ലത്. ഐ ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എവിടെയാണോ ഹാഡ് ബെറ്റർ വരുന്നത്, ഹാഡ് ബെറ്റർ കഴിഞ്ഞ ഉടനെ തന്നെ വേർബിൻ്റെ V1 ഫോം ഉപയോഗിക്കണം. പക്ഷെ നിങ്ങൾ V1 ഫോം എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. ടെക്നിക്കലി നമ്മൾ ഇങ്ങനെയാണ് പറയാം. എന്താ പറയുക? ഇപ്പം നമ്മൾ വീഡിയോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെയായിരിക്കും. ഹാഡ് ബെറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ വേർബിൻ്റെ ബേസ് ഫോം. ഓക്കെ. ഈ ബേസ് ഫോമും V1 ഏകദേശം ഒരുപോലെയാണ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് കൂടെ എന്ത് ചെയ്തോളൂ, എൻ്റെ കൂടെ വന്നോളൂ. ഇതാണ് കാര്യം. നമ്മളൊരു വേർബ് എടുക്കുകയാണ്. ഏതാണ് എൻ്റെ വേർബ്? ഈറ്റ് എന്ന് പറഞ്ഞൊരു വേർബ് എടുക്കുന്നു. ഈറ്റ് എന്ന് പറഞ്ഞ വേർബിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡു പ്ലസ് ഈറ്റ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഈറ്റ് ഉണ്ട്, അല്ലേ? ഇവിടെയും ഈറ്റ് ഉണ്ട്. ഈ 2 ഈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ഈറ്റ് എന്ന് പറയുന്നൊരു വേർബാണ്. ആ വേർബിൻ്റെ V1 ഫോമാണ്. അതിൽ എന്തുകൂടെ ഉണ്ട്? ഇംപ്രഗ്നേറ്റഡ് ആണ്, അല്ലേ? അതിൽ എന്തുകൂടെ ഉണ്ട്? ഡു കൂടെ ഉണ്ട്. എന്നാൽ ഈ ഈറ്റോ ഡു പുറത്തെടുത്ത ഈറ്റാണ്. അപ്പോൾ ഇതിലുണ്ടല്ലോ ഡു ഇല്ലാത്ത ആ ഈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസ് ഫോം എന്ന് വിളിക്കുക. ബേസ് ഫോം. എന്നാൽ ഈറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഈറ്റ് ബേസ് ഫോം അല്ല. ഈറ്റ് എന്താണ്? V1 ഫോം ഓഫ് ദ വേർബാണ്. ഓക്കെ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നത് നോക്കാം. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് അവർ വേ ഓഫ് ലൈഫ്. യു ഹാഡ് ബെറ്റർ ഡാഷ്, അതായത് എന്തോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. എന്താണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത രീതി മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ യങ് മാൻ പറയാണ്, ഐ വുഡ് ലവ് ടു സ്പെൻഡ് മോർ ടൈം ഹിയർ. എനിക്ക് ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യു ഹാഡ് ബെറ്റർ സ്പെൻഡ് മോർ ടൈം ഹിയർ. അപ്പോൾ ഇതങ്ങ് എഴുതി കൊടുക്കുക. എന്താണ്? യു ഹാഡ് ബെറ്റർ സ്പെൻഡ് മോർ ടൈം ഹിയർ എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തായി? മാർക്കായി. ഓക്കെ. സോ കാര്യം മനസ്സിലായി, അടിപൊളിയായിട്ട് എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ വലിയ സന്തോഷം. ഇതൊരു ലോങ് വീഡിയോ ആണ്, പക്ഷേ കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ സൈനിങ് ഓഫ് ഫ്രം Xylem Learning. ഹാപ്പി ലേണിംഗ് എവ്രിവൺ.